സർ, മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി ഹൃദയ ആരോഗ്യത്തിന് എങ്ങനെ ബാധിക്കുന്നു? മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി നമുക്ക് നമ്മുടെ ശരീരത്തിന് നൽകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് അഡ്ജുവൻ തെറാപ്പിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം കണക്കിലെടുക്കുന്ന സമയത്ത് സാധാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്, പണ്ട് കാലങ്ങളിൽ വൃദ്ധരിൽ മാത്രം ഉണ്ടായിരുന്ന ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം ഇപ്പോൾ നമുക്ക് ചെറുപ്പക്കാരിലും കാണാൻ സാധിക്കുന്നുണ്ട്. അകാല മൃത്യു വരിക്കുന്ന, അതായത് കുഴഞ്ഞു വീണും സഡൻ കാർഡിയാക് അറസ്റ്റ് വന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്നുള്ളത് നമുക്കറിയാവുന്നതുമാണ്. അപ്പോൾ മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി മുഖാന്തരം നമുക്ക് മെയിൻലി ഹൃദയത്തിലെ ആ മയോകാർഡിയൽ ലെവലിലും എൻഡോകാർഡിയൽ ആൻഡ് സബ് എൻഡോകാർഡിയൽ ലെവലിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് നല്ലൊരു തോതിൽ കുറയ്ക്കാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, നൈട്രിക് ഓക്സൈഡിൻ്റെ ലെവൽസ്, ഈനോസ് എന്ന് പറയും, നൈട്രിക് ഓക്സൈഡിൻ്റെ ലെവൽസ് ഹൃദയത്തിൻ്റെ ധമനികളിൽ, അതായത് കൊറോണറി ആർട്ടറികൾ, ആ ധമനികളുടെ അകത്ത് ഇൻഡിമയിൽ കൂട്ടാൻ സാധിക്കുന്നതിലൂടെ കൊറോണറി ആർട്ടറി ഇൻഡിമൽ സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ അവിടെ അതെറോമാറ്റിക് അല്ലെങ്കിൽ അതെറോസ്ക്ലീറോട്ടിക് ത്രോംബസ് ഫോർമേഷനും എതിർക്കാൻ നമുക്ക് സാധിക്കുന്നു. അത് മോളിക്കുലർ ഹൈഡ്രജൻ്റെ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ്. ഇത് മാത്രമല്ല, ഹൃദയത്തിൽ സംഭവിക്കാവുന്ന എൻഡോകാർഡൈറ്റിസ്, മയോ എൻഡോകാർഡൈറ്റിസ്, പെരികാർഡൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഇൻഫ്ലമേഷനുകൾ വരാതിരിക്കുന്നതിനും പ്രിവെൻറ്റ് ചെയ്യാനും മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ആകമൊത്തത്തിൽ നമുക്ക് അറിയാം, നമുക്ക് ഹൃദയാഘാതം വരുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ, ഉയർന്ന BP ലെവൽ, ഒട്ടും കൺട്രോളല്ലാത്ത പ്രമേഹ ലെവലുകളെല്ലാം വരാം, ഡയബറ്റിക് ലെവലുകളെല്ലാം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ, അത് കാരണം ഉണ്ടാകുമെന്നുണ്ടെങ്കിലും ഇതിനെല്ലാത്തിനും കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഹൃദയത്തിനെ ഡയറക്റ്റ്ലി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഹൃദയത്തിൽ ഈ ആൻറ്റി ഓക്സിഡേറ്റീവ്, അതായത് സെലക്റ്റീവ് ആൻറ്റി ഓക്സിഡേറ്റീവ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ തന്നെ പ്രോ എൻഹാൻസ്മെൻറ്റ് ഇൻ ദ മസ്കുലർ ലെയേഴ്സ് ആൻഡ് ഓൾസോ ആ എൻഡോകാർഡിയൽ ലെവൽസിലും വരുന്നതുകൊണ്ട് ഹൃദയാഘാതം ഒരു പരിധിവരെ നമുക്ക് വരാതിരിക്കുന്നതിന് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി സഹായകമാകുന്നുണ്ട്.